ശ്രീജിത്ത്, ഈ സംഭവം നടക്കുന്ന സമയം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പ്രധാനമന്ത്രി രാജ്യത്തില്ല. JD വാൻസ് സന്ദർശനത്തിനായി ഇന്ത്യയിലേക്ക് എത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിലാണ് ഈ ഭീകരാക്രമണം നടക്കുന്നത്. അത് ചർച്ചയുമാകുന്നുണ്ടല്ലേ? തീർച്ചയായും അത് ചർച്ചയായി കഴിഞ്ഞു. കാരണം അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ എത്തുന്നു എന്ന് പറയുന്നത് ഇന്ത്യയെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ആഭ്യന്തര കാര്യങ്ങൾ, നയതന്ത്ര കാര്യങ്ങൾ, അതുമാത്രമല്ല അമേരിക്കയുമായി വ്യാപാര കരാറുകൾ ചർച്ച ചെയ്യുന്നൊരു സമയം, അമേരിക്ക ഇന്ത്യക്ക് മുകളിൽ ഏർപ്പെടുത്തിയുള്ള താരിഫ് ചർച്ച ചെയ്യുന്ന വിഷയം, സാഹചര്യം. ഈ സാഹചര്യത്തിലൊക്കെ അത് മാത്രമല്ല അദ്ദേഹം വന്നിട്ടുള്ള ഈ ചർച്ചകൾക്കൊപ്പം അദ്ദേഹം കുടുംബത്തോടൊപ്പം ഒരു ടൂറിസം സീസൺ ആഘോഷിക്കാൻ കൂടിയാണ് എത്തിയത്. നമ്മളിപ്പോൾ ഇന്നലെ രാവിലെ മുതൽ ദൃശ്യങ്ങൾ കണ്ടതാണ്. ജയ്പൂരിൽ അദ്ദേഹവും കുടുംബവും, അദ്ദേഹത്തിൻ്റെ 2 മക്കളും ഭാര്യയ്ക്ക് ഒരു ഇന്ത്യൻ ബന്ധം കൂടിയുണ്ട്. അവർ കൂടി ചേർന്നുള്ള സംഘം ജയ്പൂരിൽ സന്ദർശനം നടത്തുന്നു. അതുമാത്രമല്ല ഡൽഹി അക്ഷർധാം ക്ഷേത്രത്തിൽ അവർ ഇന്നലെ സന്ദർശനം നടത്തിയിരുന്നു. അങ്ങനെ ഒരു ടൂറിസം കൂടി ലക്ഷ്യമിട്ടാണ്, അല്ലെങ്കിൽ ഇന്ത്യയെ സന്ദർശിക്കുക, ഇന്ത്യ കാണുക എന്നത് കൂടി ലക്ഷ്യമിട്ടാണ് അമേരിക്കയുടെ വൈസ് പ്രസിഡന്റും കുടുംബവും ഇന്ത്യയിലെത്തുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഒരു ചർച്ചകൾ നടത്തിപ്പോകാൻ, അല്ലെങ്കിൽ ഒരു ഉഭയകക്ഷി ചർച്ചകൾ നടത്തിപ്പോകാൻ വന്നു പോകുന്ന ഒരു അമേരിക്കൻ പ്രതിനിധി എന്ന രൂപത്തിലായിരുന്നെങ്കിൽ ഇതിനെ കുറച്ച് കാണാമായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയല്ല. അദ്ദേഹം ചർച്ചകൾ നടത്താൻ മാത്രമല്ല വന്നിട്ടുള്ളത്, കുടുംബത്തോടൊപ്പം ഇന്ത്യ കാണാൻ കൂടിയാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണം വലിയ രൂപത്തിൽ ഇന്ത്യയുടെ സുരക്ഷയെ, രാജ്യസുരക്ഷയെ, ആഭ്യന്തര സുരക്ഷയെ, വൈദേശിക ബന്ധങ്ങളെ, ഇന്ത്യക്ക് മറ്റ് രാജ്യങ്ങളുമായുള്ള ബന്ധങ്ങളെയൊക്കെ സ്വാഭാവികമായും ബാധിക്കും. അത് മാത്രവുമല്ല, ഇന്ത്യയുടെ പ്രധാനമന്ത്രി വിദേശത്താണ്. അദ്ദേഹം സൗദിയിൽ പോയിട്ടുള്ളതും ഇതുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ്. അതായത് ഇന്ത്യയിലേക്ക് നിക്ഷേപം കൊണ്ടുവരിക. ഈ നിക്ഷേപം ടൂറിസവും കൂടി ആ നിക്ഷേപ ഗണത്തിൽ പെടുന്നതാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇന്ത്യയിലില്ലാത്ത സാഹചര്യത്തിൽ അദ്ദേഹം പോയിട്ടുള്ളത് ഇന്ത്യയിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ കൂടി ആണ് എന്ന സാഹചര്യം നിലനിൽക്കെ ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടാകുന്നത്, അതും വിനോദസഞ്ചാരികൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നതും, 2 വിദേശ പൗരന്മാർ കൊല്ലപ്പെടുന്നതും, നിരവധി പേർക്ക് പരിക്കേൽക്കുന്നതുമൊക്കെ വലിയ രൂപത്തിൽ ചർച്ചയാകും. പ്രതിപക്ഷം, ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ, പ്രതിപക്ഷം അക്കാര്യം സൂചിപ്പിച്ച് കഴിഞ്ഞു. എങ്ങനെയാണ് ഇത്തരം ഒരു മേഖലയിൽ, ജനവാസ മേഖലയിൽ, ടൂറിസം മേഖലയിൽ ആക്രമണം ഉണ്ടാകുന്നത്? അത് തടയാൻ എന്തുകൊണ്ട് കേന്ദ്ര സർക്കാരിന് കഴിയുന്നില്ല? അല്ലെങ്കിൽ കശ്മീരിൽ വലിയ രൂപത്തിലുള്ള സുരക്ഷയുണ്ട് എന്ന് അവകാശപ്പെടുമ്പോൾ, അല്ലെങ്കിൽ കശ്മീരിൽ പ്രശ്നങ്ങളൊന്നുമില്ല, കശ്മീർ സമാധാനത്തിൻ്റെ പാതയിലാണ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് കശ്മീരിൽ ഇങ്ങനെ ആക്രമണം ഉണ്ടാകുന്നത് എന്ന ചോദ്യം പ്രതിപക്ഷം സ്വാഭാവികമായും ഉന്നയിച്ചു കഴിഞ്ഞു. ഇനിയും വരും ദിവസങ്ങൾ ഉന്നയിച്ചുകൊണ്ടേയിരിക്കും എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. അഖില, രജിത്ത്, ഈ നാട്ടുകാരുടെ ഇടപെടൽ ഏറ്റവും ശ്രദ്ധേയമായിരുന്നു. അതായത് ഭീകരാക്രമണത്തിൽ പരിക്കേറ്റ് രക്ഷപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് നാട്ടുകാരാണ് ഇവരെ രക്ഷിക്കാൻ ആദ്യമായി എത്തിയതെന്നതാണ്. ഇപ്പോൾ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ദീപം കൊളുത്തി പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ അവർ അതിനെ അപകടത്തെ അല്ലെങ്കിൽ ഭീകരാക്രമണത്തെ അപലപിക്കുന്നുണ്ട്. അത് ഏറ്റവും ശ്രദ്ധേയവുമാണ്. തീർച്ചയായും. കാരണം പഹൽഗാം നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. പഹൽഗാം എന്ന് പറയുന്നത് ഈ ടൂറിസം, ഈ കേന്ദ്രത്തിലേക്ക് ആളുകൾ പോകാനുള്ള കാരണം തന്നെ കുതിരപ്പുറത്തേറി വേണം പോകാൻ. ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. കുതിരപ്പുറത്തേറി അല്ലെങ്കിൽ ട്രക്കിംഗ്, ഈ 2 രൂപത്തിൽ മാത്രമാണ് പഹൽഗാമിലെ വൈസാരൻ കുന്നിലേക്ക് പോകാൻ കഴിയുക. ഇത് വലിയ കാഴ്ചയാണ്, സുന്ദരമായ കാഴ്ചയാണ്. വലിയ മലമടക്കുകൾ, അതിന് താഴെ താഴ്വര, യഥാർത്ഥത്തിൽ ഒരു സുന്ദരമായ താഴ്വര എന്ന് തന്നെ പറയേണ്ടി വരും. ആ താഴ്വരയിലേക്ക് ആളുകൾ പോകാൻ ആഗ്രഹിക്കുന്നത് ഈ ട്രക്കിംഗ് വഴിയും അല്ലെങ്കിൽ കുതിരപ്പുറത്തേറിയുമാണ്. ആ രൂപത്തിൽ തന്നെയാണ് അവിടേക്ക് പോകേണ്ടത്. പക്ഷേ അങ്ങനെ പോകുമ്പോൾ തിരിച്ചു വരേണ്ടതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്നലെ ആളുകൾക്ക് നേരെ ഈ ഭീകരവാദികൾ നേർക്കുനേർ വെടിയുതിർക്കുകയും ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തത്. പക്ഷേ അതിനുശേഷം ആളുകളെ താഴെ ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടേറിയിരുന്നു. അത് പ്രദേശവാസികൾ ഇന്നലെ നമ്മൾ പ്രാദേശിക മാധ്യമങ്ങൾ വഴി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. ഈ കൊല്ലപ്പെട്ടവരെ, പരിക്കേറ്റവരെ, കുട്ടികളെ, സ്ത്രീകളെയൊക്കെ താഴെ ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കാൻ പ്രദേശവാസികൾ തന്നെയാണ് മുൻകൈ എടുക്കുന്നത്. മറ്റ് സഹായങ്ങൾ, അതായത് വാഹനം വഴിയുള്ള സഹായങ്ങൾ, വാഹനം എത്തിച്ച ആളുകളെ കൊണ്ടുവരാൻ പറ്റുന്ന സഹായങ്ങൾ ഒന്നും അവിടെ ഇല്ലായിരുന്നു. അത് നമുക്കറിയാവുന്നതുമാണ്. ഈ മേഖലയുടെ പ്രത്യേകതയും അങ്ങനെയാണ്. പക്ഷേ ഈ ആദ്യഘട്ടത്തിൽ പരിക്കേറ്റവരെയും വെടിയേറ്റവരെയും ബേസ് ക്യാമ്പിൽ എത്തിച്ച ശേഷമാണ് ഇങ്ങനൊരു ആക്രമണം ഉണ്ടായെന്ന് പോലും പൊതുസമൂഹം, ലോകം, രാജ്യങ്ങളൊക്കെ അറിയുന്നത്. പിന്നീട് ഹെലികോപ്റ്റർ കൊണ്ടുപോയി ഹെലികോപ്റ്റർ വഴിയാണ് ആളുകളെ താഴെ എത്തിക്കുന്നത്. അതിലും പ്രദേശവാസികളുടെ സഹായം ഉണ്ടായിരുന്നു എന്നും കണക്കാക്കാൻ. കാരണം ഈ ആദ്യഘട്ടത്തിൽ ഉച്ചയ്ക്കൊരു 2 മണിയോടെ 3 മണിയോടെ ഈ അപകടം ഈ വലിയ ഭീകരാക്രമണം ഉണ്ടാകുന്നു. അതിനുശേഷം മരണസംഖ്യ 1 മാത്രമാണ് എന്ന കാര്യം കൂടി പുറത്തു വരുന്നു. അപ്പോഴും ദേശീയ മാധ്യമങ്ങൾ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ ഇത് വലിയ ഭീകരാക്രമണം അല്ല എന്ന രൂപത്തിൽ വാർത്തകൾ നൽകാനാണ് തയ്യാറായത്. കാരണം ആർക്കും വിവരങ്ങൾ ലഭ്യമായിരുന്നില്ല. പ്രാദേശികമായി കശ്മീരിൽ നിന്നുള്ള മാധ്യമങ്ങൾ വൈകിട്ട് 3 മണി 4 മണിക്ക് ശേഷമാണ് ഈ വിവരം പുറത്തുവിടുന്നത്. അപ്പോഴാണ് മരണസംഖ്യ 25 കഴിഞ്ഞു എന്ന കാര്യം നമ്മളും റിപ്പോർട്ട് ചെയ്യുന്നത്. ആ രൂപത്തിൽ പ്രദേശവാസികളുടെ സഹകരണം, അവർ തന്നെയാണ് ഈ വിവരം പുറത്തുവിടുന്നതും ഈ പരിക്കേറ്റവരെ താഴെ എത്തിക്കുന്നതും പിന്നീട് വിവരം പുറം ലോകത്തെ അറിയിക്കുന്നതും ഒക്കെ പ്രദേശവാസികളാണ്. അവിടെ മറ്റു രൂപത്തിൽ സൈന്യത്തിൻ്റെയോ അല്ലെങ്കിൽ പോലീസിൻ്റെ ഒന്നും ഇടപെടൽ ഉണ്ടാകുന്ന ഒരു പ്രദേശമല്ല. കാരണം സൈന്യം അവിടെ വരേണ്ട ഒരു സാഹചര്യമല്ല അവിടെ ഉള്ളത്. കാരണം
അന്തരീക്ഷം ടൂറിസം അങ്ങനെയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ വളരെ സുന്ദരമായ പ്രദേശം, ശാന്തമായ പ്രദേശം, നാലുപുറവും മലമടക്കുകൾ, അതിനപ്പുറം വനം. അതുകൊണ്ട് തന്നെ സൈന്യത്തിന് ഇടപെടൽ വേണ്ടാത്തൊരു സ്ഥലം, പ്രാദേശികമായ പോലീസിൻ്റെ ഇടപെടൽ വേണ്ടാത്തൊരു പ്രദേശം. അവിടേക്കാണ് വളരെ തന്ത്രപൂർവ്വം നേരത്തെ ഒരുപക്ഷെ ഇന്നലെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രതിനിധി സൂചിപ്പിച്ചത് വളരെ ആസൂത്രണം ഇതിന് പിന്നിലുണ്ടായിരുന്നു. ഈ തീവ്രവാദികൾ എത്തിയത്, സൈനിക വേഷത്തിലെത്തിയത്, അവർക്ക് എവിടെ നിന്ന് ആയുധം ലഭിച്ചു, സഹായം ലഭിച്ചു, അതൊക്കെ ഇനി അറിയേണ്ടതുണ്ട്. ഇവർ ഈ സ്ഥലം തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കാനുള്ള കാരണം തന്നെ ഒരുപക്ഷെ ഈ പഹൽഗാമിൻ്റെ ഈ സുന്ദരമായ പ്രകൃതിയും ആളുകൾ എത്തിച്ചേരുന്ന സാഹചര്യം, സൈന്യത്തിൻ്റെ സമ്പൂർണ്ണമായ ഇടപെടലില്ലാത്ത സാഹചര്യം. ഇന്നലെയും നമ്മളെ ദൃശ്യങ്ങളിൽ നിന്ന് കണ്ടത് ഈ അപകടം നടന്ന് അല്ലെങ്കിൽ ഈ ദുരന്തം നടന്ന് ഈ വെടിവെപ്പ് കഴിഞ്ഞ് ആളുകളെ താഴെ എത്തിച്ച് അതിനുശേഷമാണ് സൈന്യം അവിടേക്ക് എത്തുന്നത്. ആ ദൃശ്യങ്ങൾ ഇന്നലെ ഏതാണ്ട് ഒരു 2 മണി 3 മണിക്ക് ശേഷം നമ്മൾ കാണുമ്പോൾ എന്തുകൊണ്ട് സൈന്യം നേരത്തെ എത്തുന്നില്ല എന്ന് മനസ്സിൽ ചോദ്യം ഉണ്ടായിരുന്നു. അതൊരു പക്ഷേ ഇതുകൊണ്ടായിരിക്കാം, പൂർണ്ണമായും സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലല്ലാത്തൊരു പ്രദേശം. കാരണം കശ്മീർ അത്രത്തോളം ഇപ്പോൾ സ്വതന്ത്രമാണ്, സമാധാനപൂർണ്ണമാണ് എന്നാൽ നമ്മൾ പോലും ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ ദുരന്തമുണ്ടായി, വെടിവെപ്പുണ്ടായി, അല്ലെങ്കിൽ സഞ്ചാരികളെ ഭീകരവാദികൾ വെടിവെച്ച് കൊന്നതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷമാണ്, അവരെ താഴെ എത്തിച്ചതിന് ശേഷമാണ്, പ്രദേശവാസികളുടെ ഇടപെടൽ ഉണ്ടായ ശേഷമാണ് സൈന്യവും പോലീസും ഒക്കെ ഇക്കാര്യം അറിയുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ശ്രീജിത്ത്, വ്യക്തമാണ് ഭീകരാക്രമണത്തിൽ മരണം 28 ഒരു മലയാളി കൂടി ഉണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. ആഭ്യന്തരമന്ത്രി സ്ഥലത്ത് ഉണ്ട്. സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹം.